ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചാടിയ വയറൊക്കെ ചുരുങ്ങിപ്പോവാൻ ചൊട്ടിപ്പോവാനുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു സംഭവം ഡ്രിങ്ക് ഉണ്ടാക്കേണ്ട. അറ്റ്ലീസ്റ്റ് അത് രാവിലെയും വൈകുന്നേരമായിട്ട് കുടിക്കാൻ ശ്രമിക്കും. 2 ഗ്ലാസ്സേ ഉള്ളൂ. വളരെ നമുക്ക് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടില്ല. നമുക്കത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം മെലിയും ചെയ്യും, ദഹനത്തിന് നല്ലതാണ്. അസിഡിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചെറിയ ജീരകം കണ്ടോ, അതിപ്പോൾ ഒരു സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കുക. 2 ഗ്ലാസ്സിനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം പട്ട. ശരിക്കും നമുക്ക് പീരീഡ്സ് ഒക്കെ ആയില്ലെങ്കിൽ ആവാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഒന്ന് മെലിയാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് കുടിക്കുമ്പോൾ രാവിലെ നമുക്ക് വരുമ്പോഴേക്ക് കുടിക്കണം നിർബന്ധമൊന്നുമില്ല. ഭക്ഷണത്തിന് ശേഷം കൊടുക്കുക. രാത്രി കിടക്കാൻ നേരത്തെ ഭക്ഷണത്തിന് ശേഷം കുടിക്കുക കേട്ടോ. ദഹനത്തിന് നല്ലതാണ്. പിന്നെ പീരീഡ്സ് ഒക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരാൻ കണ്ടിന്യൂസ് ആയി കുടിച്ചാൽ നല്ലതാണ്. പിന്നെ വയറ് ചൊട്ടിപ്പോകാൻ ബെസ്റ്റാണ്. പിന്നെ നമ്മൾ അമിതമായിട്ട് ഉള്ള എണ്ണ പലഹാരങ്ങളൊക്കെ ഒന്ന് നിർത്തി ഒരു അരമണിക്കൂറെങ്കിലും നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. നന്നായി വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ വെള്ളം കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചെറിയതായിട്ട് ഭക്ഷണത്തിൽ എണ്ണമയം ഈ എണ്ണ പലഹാരങ്ങളൊക്കെ ഒന്ന് നിർത്തി അത്യാവശ്യം നല്ല ഫ്രൂട്ട്സും ഒക്കെ കഴിച്ച് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ഡയറ്റിൽ ചോറൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എണ്ണയിൽ വറുത്ത ചിക്കനും മീൻ വറുത്തൊക്കെ കഴിക്കണ വരെ കറിയായിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വണ്ണം കുറയാൻ ബെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ബെസ്റ്റാണ് സംഭവം. ഒരു 2-3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ടൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ടൊന്നും കുറയില്ല. അറിയാലോ, നമ്മൾ എക്സസൈസ് ചെയ്യാണ്ട് ഒരിക്കലും നമുക്ക് പെട്ടെന്നൊന്നും കുറയില്ല. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഇത് കഴിക്കാനാണെങ്കിൽ എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ദിവസങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വയറ് കുറയാനായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ചിട്ട് ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി തിളപ്പിക്കട്ടെ. അപ്പോൾ നന്നായി തിളച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് 1-2 മിനിറ്റ് കൂടി ആവട്ടെ. അപ്പോൾ അതേ കണ്ടില്ല, ചെറിയ ഫ്ലെയിമിലിട്ട് നമ്മൾ അതേ തിളപ്പിച്ചപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തു വെച്ച ശേഷം കുടിക്കാൻ നേരത്തെ ഒരു നേരിയൊരു ചൂട് വേണം. നേരിയൊരു ചൂടിൽ വേണം നമ്മളത് കുടിക്കാനായിട്ട്. ഇത് കണ്ട് ഓൾറെഡി എൻ്റെ ഈ ജീരകമൊക്കെ അടിയിൽ പോകും. നമുക്ക് സുഖമായിട്ട് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് സുഖമായിട്ട് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് റൂം ടെമ്പറേച്ചർ അല്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് നേരിയ ഒരു ചൂട് കേട്ടോ. നേരിയ ഒരു ചൂട് നമ്മൾ തൊടുമ്പോൾ നേരിയ ഒരു ചൂടില്ല. അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പാൽ കൊടുക്കുമ്പോഴുള്ള നമ്മൾ ചായ ഒക്കെ കൊടുക്കുമ്പോൾ ഉള്ള നേരിയ ചൂടില്ല, അതുപോലൊരു ചൂടിൽ വേണം നമ്മൾ ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ അത് കണ്ടോ, ഓൾറെഡി നമുക്ക് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓൾറെഡി ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് രാവിലെയും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളത് വൈകുന്നേരമായിട്ട് കുടിക്കുക കേട്ടോ. നല്ല മാറ്റം ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കണം. 1 മാസമൊക്കെ കുടിക്കുമ്പോഴേ നമുക്ക് ആ റിസൾട്ട് കാണുള്ളൂ. ഇത് കുടിച്ചിട്ട് അമിതമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വണ്ണമൊന്നും കുറയത്തില്ല. ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് നടക്കാനോ എക്സസൈസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എണ്ണ പലഹാരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തേണ്ടി വരും. മീൻ വറുത്തത്, അതുപോലെ തന്നെ ചിപ്സ്, ചിക്കൻ ഫ്രൈ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വണ്ണം കുറയും കേട്ടോ. നന്നായി ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക ഫുഡിൽ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ചോറൊക്കെ ധാരാളം കഴിക്കാം. ചെയ്ത് നോക്കൂ, വയറ് കുറയും. താങ്ക് യു.